കട്ടപ്പന കോളേജ് കുന്ന് കുടിവെള്ള പദ്ധതി പ്രവർത്തനം ആരംഭിച്ചു. 8 ലക്ഷത്തിൽ പരം രൂപയാണ് പദ്ധതിക്കായി ചിലവിട്ടത്. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ ഏറ്റവും കൂടുതൽ കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശമാണ് കോളേജ് കുന്ന്. ഇവിടെ താമസിക്കുന്ന കുടുംബങ്ങളുടെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുവാൻ കുഴൽക്കിണർ നിർമ്മിച്ചാണ് കുടിവെള്ളം വീടുകളിൽ എത്തിച്ചത്. മന്ത്രി റോഷി അഗസ്റ്റിന്റെ ഇടപെടലിലൂടെയാണ് പ്രദേശത്ത് കുടിവെള്ളം എത്തിക്കുവാനായത്. 8,02,896 രൂപ ചെലവിട്ടാണ് ഭൂജലാധിഷ്ഠിത കുടിവെള്ള പദ്ധതി പൂർത്തിയാക്കിയത്. മന്ത്രി റോഷി അഗസ്റ്റിൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 2 വർഷക്കാലം കൊണ്ട് പുതിയ 18 ലക്ഷം കണക്ഷൻ നമ്മൾ കൊടുത്തു. ഇപ്പൊ കേരളത്തിൽ 35-36 ലക്ഷം കുടുംബങ്ങളിൽ വെള്ളം എത്തിക്കഴിഞ്ഞു. ശേഷിക്കുന്ന 2 വർഷക്കാലം കൊണ്ട് ആ 70,85,000 കുടുംബങ്ങളിലെ വെള്ളം കൊടുക്കുന്ന ബൃഹത്തായ പദ്ധതിയാണ് ഗ്രാമപ്രദേശങ്ങളിൽ നമ്മൾ നടപ്പിലാക്കിയത്. നമ്മുടെ നിയമസഭാ മണ്ഡലം ഇടുക്കി എടുത്താല് ഇടുക്കിയിൽ അതിനാവശ്യമായ 715 കോടി രൂപയുടെ ഭരണാനുമതി കൊടുത്തു. വരുന്ന 1-1.5 വർഷം കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ഗ്രാമങ്ങളിലും നമുക്ക് ശുദ്ധമായ ജലം ടാപ്പിൽ വീട്ടിലെത്തുന്ന പ്രവൃത്തി പൂർത്തിയാകും. 25 കുടുംബങ്ങൾക്കാണ് കുടിവെള്ളം വീടുകളിൽ എത്തിയത്. ജനകീയ കമ്മിറ്റിയാണ് പദ്ധതിയുടെ മേൽനോട്ടം വഹിക്കുന്നത്. ഉദ്ഘാടന യോഗത്തിൽ 28ാം വാർഡ് കൗൺസിലർ ഷാജി കൂത്തോടി അധ്യക്ഷത വഹിച്ചു. കൗൺസിലർമാരായ ബീന ജോബി, രജിത രമേശ്, നിഷ PM, രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ VR സജി, VR ശശി, അഡ്വക്കേറ്റ് മനോജം തോമസ്, കൺവീനർ VR രാജു, ജോയി വെട്ടത്ത്, പ്രദീപ് കൃഷ്ണൻ, രാജൻകുട്ടി മുതുകുളം എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.